മോദി ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമായി ഇടുത്തി പോലെ കൊച്ചുകുട്ടികൾ തെരുവിൽ. ഇന്ത്യ ഭരിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. ഇന്നലെ വരെ തെരുവിലിറങ്ങി ചോദ്യം ചെയ്തത് ജെൻസി ആയിരുന്നെങ്കിൽ ഇന്ന് സ്കൂൾ ബാഗ് തൂക്കി വോട്ട് പോലും ചെയ്യാൻ പ്രായം തികയാത്ത കുട്ടിപ്പട്ടാളം ജൻ ആൽഫ തെരുവിലേക്ക് ഇറച്ചു കയറുകയാണ്. കേവലം പൊള്ളയായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല ഈ കൊച്ചുപിള്ളേർ വിളിക്കുന്നത്. ഞങ്ങളുടെ അധ്യാപകർ എവിടെയെന്നും ഞങ്ങൾക്കുള്ള കുടിവെള്ളം എവിടെയെന്നും ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള റോഡ് എവിടെയെന്നും ഉറക്കെ ചോദിച്ച് ഡിജിറ്റൽ യുഗത്തിലെ ഈ കുട്ടിപ്പട്ടാളം ഭരണകൂടത്തിന് നെഞ്ചിലേക്ക് കയറുകയാണ്. ഒരു ഫോൺ, അതിനൊരു വീഡിയോ ക്ലിക്ക്, ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്താൻ തങ്ങൾക്ക് പാർട്ടിക്കൊടി വേണ്ടെന്ന് ഈ പുതിയ തലമുറ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഡൽഹിയുടെ ഉറക്കം കെടുത്തുന്ന കളി അവിടെയൊന്നും തീരുന്നില്ല. ഒരു വശത്ത് തെരുവിൽ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും ഈ പിള്ളേർ വിറപ്പിക്കുമ്പോൾ മറുവശത്ത് മോദി സർക്കാരിന്റെ സിംഹാസനം താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും കേന്ദ്രത്തിന്റെ നെഞ്ചിലേക്ക് അടുത്ത ബോംബുമായി എത്തുന്ന കാഴ്ച. അതേ സുഹൃത്തുക്കളെ, ഡീലിമിറ്റേഷൻ വിഷയത്തിൽ നായിഡു BJPയുടെ കഴുത്തിലിട്ട കുരുക്ക് പിടിച്ചു മുറുക്കുമ്പോൾ ബീഹാർ പാലനത്തിനിറങ്ങി നിതീഷ് കുമാർ ഉയർത്തുന്ന പരസ്യ ഭീഷണിയും ഡൽഹിയിലെ സിംഹാസനത്തെ ഇളക്കി മറിക്കുകയാണ്. തെരുവിലെ കുട്ടിപ്പട്ടാളത്തിന്റെ പ്രക്ഷോഭവും ഉള്ളിലെ സഖ്യകക്ഷികളുടെ ഈ കഴുത്തുചെരിപ്പൻ പരിപാടികളും ചേർന്ന് മോഡി സർക്കാരിന്റെ വീഴ്ചയിലേക്ക് വലിയ കളമൊരുക്കുകയാണിപ്പോൾ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഭരണകൂടം ഒന്ന് സൂക്ഷിക്കണം എന്ന്. അതായത് ഇന്നലെ വരെ തെരുവിലിറങ്ങി ചോദ്യം ചെയ്തത് ജെൻസി ആയിരുന്നെങ്കിൽ ഇതാ ഇന്ന് സ്കൂൾ ബാഗും തൂക്കി വോട്ട് ചെയ്യാൻ പോലും പ്രായം തികയാത്ത ജൻ ആൽഫ പിള്ളേരും തെരുവിലേക്ക് ഇറിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടും ഉയർത്തി യുവാക്കൾ ജന്തർ മന്ദറിൽ പ്രക്ഷോഭം അഴിച്ചുവിട്ടത് നമ്മൾ കണ്ടതാണ്. തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസ ക്രമക്കേടും നെഞ്ചിലേക്കിട്ട് ജെൻസി രാഷ്ട്രീയത്തിന്റെ സിംഹാസനത്തിലേക്ക് നേരെ വിരൽ ചൂണ്ടിയത് സോഷ്യൽ മീഡിയയിലും തെരുവിലും ഒരേപോലെ പടർന്ന് പന്തലിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ കഥ അത് മാത്രമല്ല, കഥ തിളച്ചു മറിയുകയാണ്. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി ഇവർക്ക് തണലില്ല. വലിയ നേതാക്കന്മാരുടെ പിൻബലവുമില്ല. പോയിട്ട് ഒരു വോട്ട് ചെയ്യാൻ പോലും പ്രായം തികയാത്ത പിള്ളേരാണ് കൂടുതലും. പക്ഷേ അവരുടെ ചോദ്യങ്ങൾക്ക് നെഞ്ചു തുടയ്ക്കുന്ന മൂർച്ചയുണ്ട്. ഞങ്ങളെ പഠിപ്പിക്കാനുള്ള ഞങ്ങളുടെ അധ്യാപകർ എവിടെ? ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള റോഡ് എവിടെ? ഞങ്ങൾക്ക് കുടിക്കാൻ ഒരു തുള്ളി ശുദ്ധമായ വെള്ളം എവിടെയാണ് ലഭിക്കുക? ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് നിങ്ങൾ നൽകിയിട്ടുണ്ടോ? ചുട്ടുപൊള്ളുന്ന ഈ വെയിലിൽ ക്ലാസ് മുറിയിൽ ഒരു ഫാൻ പോലും എന്തുകൊണ്ട് കറങ്ങുന്നില്ല? ജെൻസിക്ക് പിന്നാലെ ഇന്ത്യയിലെ ഓരോ സിംഹാസനത്തെയും ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ജൻ ആൽഫ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇവയെല്ലാമാണ്. ഇത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ചുട്ടുപൊള്ളിക്കും എന്ന് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതേ സുഹൃത്തുക്കളെ, മോദി സർക്കാരിന്റെ സിംഹാസനമടക്കുന്ന 4 വലിയ പ്രശ്നങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജെൻസി, ജൻ ആൽഫ, ചന്ദ്രബാബു നായിഡു, അതുപോലെ തന്നെ നിതീഷ് കുമാർ. ഈ 4 കൂട്ടരും എങ്ങനെയാണ് കേന്ദ്ര ഭരണകൂടത്തെ ഇളക്കി മറിച്ച് താഴെയിടാൻ ശ്രമിക്കുന്നതെന്ന് വളരെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. നമുക്ക് ഉത്തർപ്രദേശിലെ ഹമീർപൂരിലേക്കൊന്ന് നോക്കാം. സ്കൂളിനെയും ഗ്രാമത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് വേണമെന്ന ആവശ്യമായി കുട്ടികൾ തെരുവിലിറങ്ങി. ഒരു റോഡ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് വലിയ രാഷ്ട്രീയ ആഡംബരമൊന്നുമല്ല. ഞങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ ഒരു നല്ല വഴി വേണം. അതുപോലും കുട്ടികൾ തെരുവിലിറങ്ങി ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി ചോദിക്കേണ്ട ഒരു സാഹചര്യം. അത് ഉണ്ടാവുമ്പോഴാണ് കഥ മാറുന്നത്. വിദ്യാർത്ഥികൾ ആർത്തിരമ്പിയാർത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ ഓഫീസിലേക്ക് എത്തുമ്പോൾ വമ്പൻ പ്രതിഷേധമായി അത് മാറി. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ലളിതമാണ്. സ്കൂളിലേക്ക് പോകാനുള്ള അടിസ്ഥാന സൗകര്യം ആവശ്യപ്പെട്ട് ഭിക്ഷ യാചിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്തമാണോ? അതോ അത് ഒരുക്കി കൊടുക്കേണ്ടത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാഴുന്ന ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണോ? UPയിൽ നിന്ന് തന്നെ ഇതാ മറ്റൊരു തീപ്പൊരി കാഴ്ച. വിദ്യാർത്ഥികൾ റോഡിലേക്ക് ഇറങ്ങുന്നു, റോഡ് ഉപരോധിക്കുന്നു, ഗതാഗതം പാടെ തടസ്സപ്പെടുത്തുന്നു. അവർ വിളിച്ചു പറയുന്നത് ഒറ്റ കാര്യം മാത്രമാണ്:
ഞങ്ങളുടെ വിഷയം മുഖ്യമന്ത്രിയുടെ കാതുകളിൽ എത്തണം. എന്താണ് ആ ചെറിയ കുട്ടികളുടെ പരാതി എന്ന് കേൾക്കണോ? സ്കൂളിൽ ആവശ്യത്തിന് അധ്യാപകരില്ല. അധ്യാപകരുടെ കുറവ് തങ്ങളുടെ ഭാവി തകർത്തെറിയുന്നു എന്ന് കുട്ടികൾ തിരിച്ചറിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ലാസ് മുറിയിൽ നിന്ന് പുസ്തകം തുറക്കേണ്ട കുട്ടികൾ അധ്യാപകരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരുവിൽ റോഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അത് ഒരൊറ്റത്തവണയല്ല സുഹൃത്തുക്കളെ. കഴിഞ്ഞ ആഴ്ചയും അവർ ഇതേ സമയത്ത് റോഡിലിരുന്ന് ഉച്ചത്തിൽ ചോദിച്ചതാണ്. ഭരണാധികാരികളുടെ പൊള്ളയായ ഉറപ്പുകൾ മാത്രം പോരാ, അധ്യാപകർ എപ്പോൾ വരും എന്ന് കുട്ടികൾക്ക് ഭരണകൂടത്തിന് നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടി ചോദിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയാണ് യഥാർത്ഥ വിഷയം. ഒന്ന് ആലോചിച്ച് നോക്കണേ. വോട്ട് ചെയ്യാൻ പോലും പ്രായം തികയാത്ത സ്കൂൾ കുട്ടികൾ സർക്കാരിനെതിരെ ഇത്ര ശക്തമായി രംഗത്തിലേക്ക് വന്നപ്പോ അത് രാഷ്ട്രീയത്തിലേക്ക് കത്തിപ്പടരുന്ന ഒരു സമരമായി മാറി. അതായത് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ അടിയന്തരമായി രംഗത്ത് വന്നു. പക്ഷേ ആരും ഇതിനെ വെറുമൊരു BJP വിരുദ്ധ സമരം എന്ന് ലളിതവൽക്കരിച്ച് തടിയൂരാൻ നോക്കേണ്ട. ഇതൊരു തലമുറയുടെ ജീവത്മരണ പോരാട്ടമാണ്. ഒരു വലിയ ചോദ്യം തന്നെയാണ്. അതുപോലെ തന്നെ ഫത്തേപൂരിലെ സർവോദയ ഇന്റർ കോളേജിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ക്ലാസ് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ശുദ്ധമായ കുടിവെള്ളത്തിന്, പ്രവർത്തിക്കുന്ന ഫാനുകൾക്ക്, ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ടോയ്ലറ്റുകൾക്ക്. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ ആവശ്യപ്പെടേണ്ട ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ. പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞതോടെ അധികാരികൾ ഭയന്നോടിയെത്തി. അവർ പരിശോധന നടത്തി. ഫാനുകൾ വച്ചുകൊടുക്കാൻ അവർ നിർബന്ധിതരായി. ഇപ്പോൾ ജന്നാൽഫ ഒരു കാര്യം രക്തത്തിൽ പഠിച്ചു കഴിഞ്ഞു. ചോദിച്ചാൽ, തെരുവിലിറങ്ങി ആക്രോശിച്ചാൽ ഭരണകൂടം വിറയ്ക്കും എന്ന കാര്യം. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നടത്താൻ അവർ തെരുവിലിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, കഥ അവിടെയും തീരുന്നില്ല. രാജസ്ഥാനിലെ ബാർമറിലും ജലോറിയിലും സിരോഹിയിലും അധ്യാപകർ ഇല്ലാത്ത കൊണ്ട് കുട്ടികൾ സ്കൂൾ ഗേറ്റുകൾ പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു. ഗ്രാമങ്ങളിലെ സ്കൂളുകളിൽ അധ്യാപകരില്ല. എന്നാൽ നഗരങ്ങളിൽ ആവശ്യത്തിലധികം ആളുകളുണ്ട്. ഞങ്ങൾ ഗ്രാമത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണ്ടേ എന്ന ആ കുട്ടികളുടെ ചോദ്യത്തിന് മുന്നിൽ അഹങ്കാരം അഴിഞ്ഞു വീണ വിദ്യാഭ്യാസ വകുപ്പിന് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ അധ്യാപകരെ അടിയന്തരമായി നിയമിക്കേണ്ടി വന്നു. അതായത് ജെൻസി സോഷ്യൽ മീഡിയയിൽ സർക്കാരിനെ വിറപ്പിച്ചെങ്കിൽ ജനാൽഫ അതിനും അപ്പുറത്ത്. അവർ ഡിജിറ്റൽ യുഗത്തിലെ വേട്ടക്കാരാണ് എന്നവർ തെളിയിച്ചു കഴിഞ്ഞു. അവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. സ്കൂളിൽ തകർന്ന ടോയ്ലറ്റിന്റെയോ പ്രവർത്തിക്കാത്ത ഫാനിന്റെയോ ഒരൊറ്റ വീഡിയോ വിരത്തുമ്പിലൂടെ സോഷ്യൽ മീഡിയയിലേക്കിട്ട് രാജ്യമാകെ കത്തിക്കാൻ ഇന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്നത്തെ ഈ ജൻ ആൽഫയ്ക്ക് വോട്ടവകാശമില്ലായിരിക്കാം. പക്ഷേ അവരെ രാഷ്ട്രീയമായി അവഗണിച്ച് മുന്നോട്ട് പോകാമെന്ന് ഏതെങ്കിലും ഭരണാധികാരി കരുതിയാൽ അതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്ന് ഈ കൊച്ചുകുട്ടികൾ ഇന്ന് രാജ്യത്തിന് തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. കാരണം ഇന്നത്തെ ഈ ജൻ ആൽഫ തന്നെയാണ് നാളത്തെ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് എന്ന് ഭരണകൂടം മനസ്സിലാക്കണം. അതായത് ആ കുട്ടികളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും അവരിലെ ചോദ്യം ചെയ്യാനുള്ള തീയുള്ള ധൈര്യവും ഇന്ത്യയിലെ നിലവിലെ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കിയിരിക്കുകയാണ്. എന്നാൽ അതുപോലെ തന്നെ തെരുവിൽ പുതിയ തലമുറകൾ ഇളകി മറിയുമ്പോൾ ഡൽഹിയിലെ സിംഹാസനത്തിന്റെ അടിത്തറ ഇളക്കുന്ന അടുത്ത വൻപൻ പ്രഹരം വരുന്നത് തെരുവിൽ നിന്നല്ല, അത് ഭരണപക്ഷത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതെ, നരേന്ദ്രമോദിയുടെ NDA സർക്കാരിന്റെ നെടുംതൂണുകളായ രണ്ട് പ്രധാന സഖ്യകക്ഷികൾ. ഒന്ന് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവും അത് TDP, ബീഹാറിലെ നിതീഷ് കുമാറിന്റെ JDU. BJPക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷമില്ലാതെ മറ്റു പാർട്ടികളുടെ ദയയിൽ നിൽക്കുന്ന ഈ മൂന്നാം ഊഴത്തിൽ നായിഡുവും നിതീഷും നടത്തുന്ന ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും ഡൽഹിക്ക് നൽകുന്നത് അത്ര നല്ല സൂചനകളല്ല. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇത് കേവലം ഒരു തകർച്ചയുടെ സൂചനകളൊന്നുമല്ല, വൻപൻ രാഷ്ട്രീയ പ്രകമ്പനത്തിന്റെ മുന്നറിയിപ്പുകൾ തന്നെയാണ്. ആദ്യം ചന്ദ്രബാബു നായിഡുവിനെ തന്നെ നോക്കൂ. കേന്ദ്ര സർക്കാരുമായി നായിഡു ഇപ്പോൾ അത്ര വലിയ സുഖത്തിലൊന്നുമല്ല എന്ന വാർത്തകൾ ഡൽഹിയിലെ അണിയറയിൽ നിന്ന് പുറത്തു വന്നു തുടങ്ങി. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഡീലിമിറ്റേഷൻ അഥവാ പാർലമെന്റ് മണ്ഡല പുനർനിർണയ വിഷയം. ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡലങ്ങൾ പുനർനിർണയിച്ചാൽ
ജനസംഖ്യ കൃത്യമായി നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലോക്സഭാ സീറ്റുകൾ കുറഞ്ഞു പോകുമെന്ന വൻപൻ ആശങ്ക പുകഞ്ഞു കത്തുന്നുണ്ട്. അവിടെയാണ് നായിഡു തന്റെ മാസ് പൊളിറ്റിക്കൽ കളി പുറത്തെടുക്കുന്നത്. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും മുന്നിലേക്ക് നായിഡു വെച്ച ആ വ്യവസ്ഥ വെറുമൊരു ആവശ്യം മാത്രമായിരുന്നില്ല, അതൊരു താക്കീതായിരുന്നു. എല്ലാ സംസ്ഥാനങ്ങളുടെയും സീറ്റുകൾ ഒന്നുപോലെ 50% വർദ്ധിപ്പിക്കണം. ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയ്ക്കാൻ നോക്കിയാൽ ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ സഹിച്ചു നിൽക്കില്ല എന്ന വലിയൊരു മുന്നറിയിപ്പ്. ഡീലിമിറ്റേഷൻ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാൻ തയ്യാറെടുക്കുന്ന BJPക്ക് നായിഡുവിന്റെ ഈ പോരാട്ട വീര്യം വല്ലാത്തൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ആന്ധ്രയ്ക്ക് ലഭിക്കേണ്ട സാമ്പത്തിക ഫണ്ടുകളുടെ കാര്യത്തിലും പ്രത്യേക പദവിയുടെ കാര്യത്തിലും നായിഡു BJPയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കിയാണ്. ഞാൻ NDAയിലുണ്ടെന്ന് സത്യമാണ്, പക്ഷേ BJP പറയുമ്പോഴേക്ക് തുമ്മുന്ന ആളല്ല ഞാനെന്ന് ചന്ദ്രബാബു നായിഡു ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇനി ബീഹാറിലെ മാസ്റ്റർ പ്ലെയിൻ നിതീഷ് കുമാറിന്റെ വരവ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ എപ്പോൾ എങ്ങോട്ട് ചാടുമെന്ന് ദൈവത്തിന് പോലും പ്രവചിക്കാൻ കഴിയില്ലെന്ന് ശത്രുക്കൾ പോലും നെഞ്ചിൽ കൈവച്ച് പറയും. അവിടെയും കഥ അങ്ങേയറ്റം രസകരമാണ്. ഓഗസ്റ്റിൽ നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. തൊട്ടു പിന്നാലെ ഡൽഹിയിൽ വെച്ച് തന്റെ മുഴുവൻ JDU MPമാരെയും വിളിച്ചുകൂട്ടി മണിക്കൂറുകളോടും അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നു. എന്തായിരുന്നു ആ അടച്ചിട്ട മുറിയിലെ രഹസ്യ ചർച്ച? അത് നിങ്ങൾക്ക് പതിയെ ഇപ്പോൾ മനസ്സിലാവും. അതിനുശേഷമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ബോംബ് പൊട്ടുന്നത്. അതായത് നിതീഷ് കുമാർ ബീഹാർ ഒട്ടാകെ ഒരു വൻപൻ പാരീഡത്തിന് ഇറങ്ങുകയാണ്. ബീഹാറിലെ ഓരോ ഗ്രാമങ്ങളിലേക്കും ജനങ്ങളുടെ ഇടയിലേക്കും നേരിട്ടിറങ്ങി മാസ് കാട്ടാൻ നിതീഷ് കുമാർ ഇപ്പോൾ തയ്യാറെടുക്കുന്നു. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. NDA ഭരണത്തിലിരിക്കുകയാണ്. BJP കട്ടയ്ക്ക് ഒപ്പമുള്ളവർ എന്തിനാണ് നിതീഷ് കുമാർ ഒറ്റയ്ക്ക് ഇത്രയും വലിയ ബീഹാർ പര്യടനം നടത്തുന്നത്? ഇതാണ് നിതീഷിന്റെ തന്ത്രപരമായ മാസ് ഡയലോഗ്. അതായത് ബീഹാറിൽ BJPക്ക് തങ്ങളെ വിഴുങ്ങാൻ അവസരം കൊടുക്കില്ലെന്നും JDUവിന്റെ അസ്തിത്വം വേറെ തന്നെയാണെന്നും BJPയെ വിരട്ടി ഓർമ്മിപ്പിക്കുകയാണ് നിതീഷ്. ബീഹാറിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ അധികാരം പങ്കിടുന്നതിൽ BJP അല്പം കൈവിട്ട് കളിച്ചാൽ നിതീഷ് കുമാർ അടുത്ത U-turn എടുക്കുവാൻ ഒരു നിമിഷം പോലും മടിക്കില്ല എന്ന വൻപൻ സൂചനയാണ് ഈ പര്യടനം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കൂടി ഇപ്പോഴൊന്ന് വ്യക്തമായി കൂട്ടി വായിച്ചു നോക്കൂ. ഒരു വശത്ത് വോട്ടവകാശമില്ലാത്ത എന്നാൽ സോഷ്യൽ മീഡിയയും ചോദ്യം ചെയ്യാനുള്ള തീയുള്ള ആർജവുമായിട്ടുള്ള ജെൻസിയും ജെൻ ആൽഫയും തെരുവിലിറങ്ങി സർക്കാരിനെ വിറപ്പിക്കുമ്പോൾ, ഭരണകൂടത്തിന് മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ നെഞ്ചിലേക്ക് എയ്യുമ്പോൾ, മറുവശത്ത് കേന്ദ്രത്തിൽ മോഡി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും BJPയുടെ കഴുത്തിൽ ഇപ്പോൾ പിടിമുറുക്കുന്ന കാഴ്ച. ഒരൊറ്റ ബില്ല് പാസ്സാക്കണമെങ്കിലും ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഇവർക്ക് മുമ്പിൽ BJP കൈകൂപ്പി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് നേതൃത്വം. ഇവിടെയാണ് സുഹൃത്തുക്കളെ ഡൽഹിയിലെ പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ അവരുടെ ഏറ്റവും നിർണായകമായ നിഗമനം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് ഈ പോക്ക് പോയാൽ മോദി സർക്കാർ അധികകാലം മുന്നോട്ട് പോവുകയില്ല എന്നും മൂന്നാം ഊഴം തികയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ സർക്കാർ നിലം പതിക്കും എന്നവരുടെ വലിയ നിഗമനം. കാരണം വളരെ ലളിതമാണ്. തെരുവിൽ പുതിയ തലമുറയുടെ അമർഷം കത്തിജ്വലിക്കുകയാണ്. സഖ്യകക്ഷികളുടെ ഉള്ളിൽ അതൃപ്തിയുടെ പുക ഉയരുകയാണ്. കണ്ണടച്ച് ഈട്ടാക്കാൻ ഇനി BJPക്കും മോദി സർക്കാരിനും കഴിയില്ല. ഒന്നുകിൽ ഈ കുട്ടിപ്പട്ടാളത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിലും സഖ്യകക്ഷികളുടെ നിർബന്ധങ്ങൾക്ക് മുന്നിലും മുട്ടുമടക്കേണ്ടി വരും, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന ഒരു ചീട്ടുകൊട്ടാരമായി ഈ കേന്ദ്ര സർക്കാർ മാറും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിക്കാൻ പോകുന്നത് ഈ പുതിയ തലമുറയും സഖ്യകക്ഷികളുടെ ഈ വലിയ രാഷ്ട്രീയ കളികളുമാണോ എന്ന് നമുക്കിപ്പോൾ കണ്ടറിയേണ്ടി തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്തു നൽകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റിനും
ഞങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്ത് നിങ്ങൾ ഓരോ കമന്റിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഇവിടെ തന്നെ നൽകും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.